ഇതാണ്ട മംഗലാപുരം മൂരുവെണ്ട. അപ്പൊ ആ മംഗലാപുരം മൂരുവെണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വിളവ് തരുന്ന വെണ്ടയാണ്. നമ്മുടെ ഓരോ ഇലയുടെ ഇടയിലും കായ നല്ല നീളമുള്ള കായകളാണ്, വെള്ള നിറത്തിൽ കണ്ട നല്ല കൊമ്പ് പോലെ വളർന്നിട്ട്. പിന്നെ പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ഒരു വെണ്ടയാണ്. ഞാൻ ഈ തൈ നട്ടേക്കണതിന്റെ തടത്തിൽ വെറുതെ കൊണ്ടുവന്ന് രണ്ടുമൂന്ന് വിത്തിട്ട് കൊടുത്തതാണ്. ഒട്ടും തന്നെ പരിചരണം കൊടുത്തിട്ടില്ല. അവിടെ നിന്ന് വലുതായിട്ട് തന്നെ നമുക്ക് വെണ്ടക്ക കിട്ടിയത്. അടിയിൽ നിന്നൊക്കെ വെണ്ടക്ക പറിച്ചാണ് ശാഖകളായിട്ട് വളരും. പിന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്കയാണ്. പിന്നെ നല്ല വിലയാണ് മംഗലാപുരത്ത് എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു വെണ്ടയാണ് മംഗലാപുരം മൂരുവെണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമ്മ ഇതിന്റെ വിത്ത് പാകി മുളപ്പിക്കാം. നമുക്ക് നാടൻ ഒരു വെറൈറ്റിയാണ്. നമ്മ എല്ലാം ഇന്ന് വന്ന വെണ്ടകളൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉള്ള വിത്തെടുത്ത് നട്ടേനാല് നമുക്ക് അതിന്റെ യഥാർത്ഥ ഗുണം കിട്ടൂല. പക്ഷെ മംഗലാപുരം മൂരുവെണ്ട എന്ന് പറഞ്ഞ നാടൻ വെറൈറ്റി ആണ്. അപ്പം നമുക്ക് ഇതിന്റെ വിത്തെടുത്ത് പിന്നെ നട്ട് നമുക്ക് എപ്പോഴും നടാൻ പറ്റിയ വെണ്ട. സീസൺ ഒന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച്. ഏത് സമയത്തും മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ നടാൻ പറ്റിയ ഒരു വെണ്ടയാണ്. ഈ പ്രധാന വെണ്ടക്ക് നമുക്കറിയാലോ എപ്പോഴും കീടങ്ങൾ രോഗങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. എന്നാ മംഗലാപുരം മൂരുവെണ്ടക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ നടാൻ പറ്റിയ ഒരു വെണ്ടയാണ്. ഗ്രോ ബാഗിലോ നമുക്ക് മണ്ണിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നടാൻ പറ്റിയ വെണ്ടയാണ്. അപ്പൊ എല്ലാവരും മംഗലാപുരം മൂരുവെണ്ടയൊക്കെ നടണം.